കോളിളക്കമുണ്ടാക്കിയ കേസെന്നത് ശിക്ഷാവിധിയെ ബാധിക്കാൻ പാടില്ല. ഈ ആമുഖത്തോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളുടെ ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കടന്നത്. ഇതോടെ തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. IPC 376D കൂട്ടബലാത്സംഗ കുറ്റത്തിന് കോടതി നൽകിയത് 20 വർഷം കഠിന തടവാണ്. കേസിലെ 6 പ്രതികൾക്കും ഒരേ ശിക്ഷ. ഇതോടൊപ്പം വിവിധ കുറ്റങ്ങൾക്ക് പ്രതികൾ എല്ലാം ചേർന്ന് 5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. അല്ലെങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. പിഴത്തുക ആക്രമിക്കപ്പെട്ട നടിക്ക് കൈമാറണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തിനൊപ്പം പ്രതികളുടെ പശ്ചാത്തലവും ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ കണക്കിലെടുക്കേണ്ടി വന്നുവെന്നാണ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പൾസർ സുനിക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ നിർഭയ കേസിന് സമാനമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വീട്ടിലെ സാഹചര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയിൽ നിന്ന് കരുണ തേടുകയും ചെയ്തിരുന്നു. ദിലീപിനെ വിട്ടയച്ചത് തന്നെ കേസിൽ പ്രോസിക്യൂഷന് വലിയ ആഘാതമായിരുന്നു. അതിനു പിന്നാലെയാണ് പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങൾ തള്ളിക്കൊണ്ടുള്ള ശിക്ഷാ പ്രഖ്യാപനവും വന്നത്. 20 വർഷത്തെ ശിക്ഷയുണ്ടെങ്കിലും വിചാരണ തടവുകാരായി പ്രതികൾ ജയിലിൽ കിടന്ന കാലം ശിക്ഷയിൽ കുറവ് വരുത്തുകയും ചെയ്യും. 7.5 വർഷത്തോളം ജയിലിൽ കിടന്ന മുഖ്യപ്രതി പൾസർ സുനിക്ക് ശേഷിക്കുന്ന ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയാകും. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ അപ്രതീക്ഷിതമായ പല തിരിച്ചടികളുമാണ് പല ഘട്ടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ വിധിന്യായം പുറത്തേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷനെതിരെ കോടതി എന്തൊക്കെ പരാമർശങ്ങൾ നടത്തും എന്നതും നിർണായകമാണ്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് നിയമ പോരാട്ടങ്ങൾക്കൊരുങ്ങുമ്പോൾ. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.